അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 മണ്ഡലങ്ങളിൽ ബി.ജെ.പി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതിനായുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകാൻ നേതൃയോഗം തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് ചേരുന്ന ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന നേതൃയോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്യും. എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, 60 മണ്ഡലങ്ങൾ, അത് ഏറ്റവും കൂടുതൽ വോട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്താണോ? ഏത് തരത്തിലാണ് ബി.ജെ.പിയുടെ പുതിയ സ്ട്രാറ്റജി? രതീഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്നത്. അതിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ അസംബ്ലി സെഗ്മെന്റുകളിൽ 35,000-ന് മുകളിൽ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുണ്ട്. അതിൽ ചില ഇടങ്ങളിൽ 11ഓളം ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി.ജെ.പി ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം മണ്ഡലങ്ങളാണ് പ്രധാനമായും ഈ 60 മണ്ഡലങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. അവിടെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. ഈ 60 മണ്ഡലത്തിലും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. കാരണം ഇത്രയധികം വോട്ട് വന്നൊരു പശ്ചാത്തലത്തിൽ എന്നാണ് ബി.ജെ.പി കണക്കാക്കുന്നത്. ജെ.പി. നദ്ദ 9-ന് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അന്ന് വിശാല നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ കർമ്മപദ്ധതി രൂപീകരിക്കും. ഇതോടൊപ്പം തന്നെ മറ്റ് ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രത്യേക ശ്രദ്ധ ചെലുത്തും. പാലക്കാട് ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി ചുമതലക്കാരെയും ഇപ്പോൾ ഈ മണ്ഡലങ്ങളുടെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് എം.ടി. രമേശിനായിരിക്കും ചുമതല. മറ്റു മണ്ഡലങ്ങളിലും ചുമതലക്കാരെ നിശ്ചയിച്ചു. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും ബി.ജെ.പി വിശദമായി തന്നെ പരിശോധിച്ചു. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ശക്തമായിട്ടുള്ള വലിയ തോതിൽ വോട്ട് വന്നു. ഒപ്പം പരമ്പരാഗതമായി CPM-ന് 60 മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്യാനാണ് ബി.ജെ.പിയുടെ തീരുമാനം.